പ്യാരെ ബച്ചോ ആദാബ്. ഉറുദുവിലെ അതിപ്രശസ്തനായ കഥാകാരൻ മുൻഷി പ്രേംചന്ദിന്റെ പഞ്ചായത്ത് എന്ന കഥയാണ് 10ാം ക്ലാസ്സിലെ ഉറുദു പാഠപുസ്തകത്തിലെ 2ാമത്തെ യൂണിറ്റിലെ പാഠം. ഈ പാഠഭാഗത്തിലെ ആദ്യ ഭാഗം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തു. പഞ്ചായത്ത് എന്ന കഥയുടെ 2ാമത്തെ ഭാഗം, തുടർന്നുള്ള ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. കഥ നമ്മൾ എത്തി നിൽക്കുന്നത്, അമ്മായി പഞ്ചായികളോട് പഞ്ചായത്ത് വിളിച്ചു. പഞ്ചായികളോട് തന്റെ പരിഭവങ്ങൾ, പ്രയാസങ്ങൾ പറഞ്ഞു. അപ്പൊ അമ്മായിയോട് ചോദിച്ചു, ആരെയാണ് ഇത് വിധി പറയാൻ ഏൽപ്പിക്കുന്നത്? അപ്പൊ അമ്മായി ജുമ്മൻ ഷെയ്ഖിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ അൽഗോ ചൗധരിയെ നിർദ്ദേശിച്ചു. ഖാലാജാനെ പഞ്ചോ സെ അപ്പല ഹാൽ കഹ് സുനായ. ഖാലാജാന് പഞ്ചായിമാരോട് തന്റെ അവസ്ഥ മുഴുവൻ പറഞ്ഞ് കേൾപ്പിച്ചു. തുംകോ ബി ജോ കുച്ച് കഹ്നാ ഹോ കഹോ. ഇനി നിനക്കെന്താ പറയാനുള്ളെങ്കിൽ അതുകൂടി പറഞ്ഞു കേൾപ്പിച്ചോളൂ എന്ന് പറയാ. അൽഗോ ചൗധരിനെ കഹ. അൽഗോ ചൗധരി പറഞ്ഞു. നമുക്കെന്താ പറയാനുള്ളെങ്കിൽ ഇയും പറഞ്ഞോ എന്ന് പറഞ്ഞു. ജുമ്മൻ ഉട്ഖടെ ഹുയെ ഓറെ പോലെ. ജുമ്മൻ അവിടുന്ന് എഴുന്നേറ്റു. ജുമ്മൻ ഷെയ്ഖ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, പഞ്ചോ, പഞ്ചായിമാരെ, മേ ഖാലാജാൻ കോ അപ്നി മാം കി ജഗ സമജ്താ ഹൂം. ഞാൻ എൻ്റെ അമ്മായിയെ എൻ്റെ സ്വന്തം അമ്മയുടെ സ്ഥാനത്താണ് കാണുന്നത്. और उनकी खिदमत में कोई कसर नहीं रखता. അമ്മായിയെ സേവനം ചെയ്യുന്നതിൽ ഞാൻ ഒരു കുറവും വരുത്തിയിട്ടില്ല. മഗർ മാഹുവാ റൂപിയ ദേന മേരെ കാബൂ സെ ബാഹർ ഹെ. പക്ഷെ മാസാമാസം അമ്മായിക്ക് പൈസ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് എൻ്റെ കൺട്രോളിന് പുറത്താണ്. അത് എനിക്ക് ചെയ്യാൻ പ്രയാസമാണ്. എനിക്കത് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്, പ്രയാസമുണ്ട്. ഖേത്തോ കി ജോ ഹാലത്ത്. ഖേത്തുകളുടെ അവസ്ഥ, വയലുകളുടെ അവസ്ഥ, ഓ കിസി സെ ചുപ്പി നെയ്. അത് മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമല്ലല്ലോ. ആകെ പഞ്ചോങ്ക ഹുക്കും സർ അവർ മാത്തേ പർ. ഇനിയുള്ള എല്ലാ കാര്യങ്ങളും, തീരുമാനങ്ങളും കാര്യങ്ങളും എല്ലാം ആരുടെ അടുത്താണ്? പഞ്ചിന്റെ അടുത്താണ് എന്ന് പറയാം. അപ്പൊ പഞ്ചോനെ ഫൈസല സുനായ. പഞ്ച് വിധി തീർപ്പാക്കാൻ ആരെയെ ഏൽപ്പിച്ചിട്ട്? അൽഗുവിനെയാണ് ഏൽപ്പിച്ചത്. പഞ്ച് കാര്യങ്ങളൊക്കെ പഠിച്ച് തീരുമാനം കൽപ്പിച്ചു. വിധി പറയാൻ ഷെയ്ഖ് ജുമ്മൻ ഷെയ്ഖ് പഞ്ചോനെ ഇസ് മാമല പർ അച്ചി തര ഗൗർ കിയ. ഈ വിഷയത്തിൽ പഞ്ച് നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കി, ശ്രദ്ധിച്ചിട്ടുണ്ട്. സിയാദത്തി സരാസർ തുമാരി. അതിക്രമം കാണിച്ചുള്ളത് നിങ്ങൾ തന്നെയാണ്. ഖേത്തോ സെ മാഖൂൽ നഫാ ഹോത്താ ഹെ. ഖേത്തിൽ നിന്ന് മാഖൂലായ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത നഫ ഉണ്ടാവും. തുമേ ചാഹിയെ കെ ഖാലാജാൻ കെ ഗുസാരെ കെ ബന്ദോബസ്ത് കരോ. എന്താ ചെയ്യേണ്ടത് വെച്ചാല്, ഖാലാജാന് വേണ്ട കാര്യങ്ങൾ, അമ്മായിക്ക് ജീവിതം കഴിച്ച് കൂട്ടാനുള്ള എന്തെങ്കിലും സൗകര്യങ്ങൾ ഏർപ്പാട് നീ തയ്യാറാക്കണം. ഉസ്കെ സിവായെ ഓർ കോയി സൂറത്ത് നഹി. അതല്ലാതെ വേറെ ഒരു പ്രതിവിധിയും വേറെ ഒരു രൂപവും ഞങ്ങൾ ഈ വിഷയത്തിൽ കാണണില്ല. അഗർ തുമേ യെ മൻസൂർ നഹി തോ. അഥവാ നിനക്ക് ഈ പറയപ്പെട്ട കാര്യം അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ तो हिब्बानामा मनसूख हो जाएगा. അമ്മായി നിന്റെ മേലിൽ എഴുതി തന്നിട്ടുള്ള ഹിബ്ബാനാമ അത് റദ്ദാക്കപ്പെടുന്നതാണ് എന്നതാണ് വിധി. ജുമ്മനെ ഫൈസല സുന. ജുമ്മൻ ഷെയ്ഖ് തീരുമാനം കേട്ടു. और सन्नाटे में आ गया. ആകെ നിശബ്ദമായി അവിടെ നിന്ന്. ഇസ് ഫൈസലാനെ അൽഗോ और जुम्मन की दोस्ती की जड़े हला दे. ഈ ഒരു തീരുമാനം കൊണ്ട് അൽഗുവും ജുമ്മനും രണ്ടാളും ഭയങ്കര ചങ്ങായിമാരായിരുന്നല്ലോ, ദോസ്തായിരുന്നു, ഫ്രണ്ട്സ് ആയിരുന്നു. അവരുടെ ഫ്രണ്ട്ഷിപ്പിന്റെ വേരുകൾ അറുക്കപ്പെട്ടു. ജുമ്മൻ കെ ദിൽ മേ ഇന്തിഖാം കാ ജസ്ബ പൈദാ ഹുവ. ജുമ്മന്റെ മനസ്സിൽ പ്രതികാരത്തിന്റെ
വികാരം ഇങ്ങനെ ഉടലെടുക്കാൻ തുടങ്ങി, ഉണ്ടാവാൻ തുടങ്ങി. ഖുഷ് കിസ്മതി സേ മൗഖാ ഭി ജൽദ് മിൽ ഗയ. ഭാഗ്യവശാൽ വളരെ പെട്ടെന്ന് തന്നെ അതിനുള്ള അവസരം വന്നു ചേർന്നു. पिछले साल अलगो चौधरी मेले से बैलों की एक अच्छी जोड़ी लाए थे. കഴിഞ്ഞ വർഷം അൽഗോ ചൗധരി മേളയിൽ നിന്ന് കാളകളുടെ ഒരു നല്ല ജോഡി കൊണ്ടുവന്നിരുന്നു. പഞ്ചായത്ത് കെ ഏക് മഹീന ബാദ്, പഞ്ചായത്തിന്റെ ഒരു മാസം ശേഷം, അഥവാ ഇവരെ പഞ്ചായത്ത് കൂടിയല്ലോ, അൽഗു പഞ്ചായത്തിൽ നിന്ന് വിധിയൊക്കെ പറഞ്ഞ് അതിന്റെ ഒരു മാസം കഴിഞ്ഞപ്പോ ഇൻമേ സേ ഏക് ബൈൽ മർ ഗയ, അതിൽ നിന്ന് ഒരു ബൈല് മരിച്ചു, ചത്തു. ഗാവ് മേ ഏക് സംജോ സേട്ട് തേ, ഗ്രാമത്തിൽ ഒരു സംജോ സേട്ട് ഉണ്ടായിരുന്നു. വോ എക്കാ ഗാഡി ഹാങ്തേ തേ, അദ്ദേഹം ഒരു വണ്ടിക്കാരനായിരുന്നു. अलगो चौधरी ने एक महीने के वादे पर समझो सेठ को बैल बेच दिया. അൽഗോ ചൗധരി തന്റെ അടുത്തുള്ള 2 ബൈലുകളിൽ നിന്ന് ഒരു ബൈലിനെ ഒരു മാസത്തെ കരാറിന് സംജോ സേട്ടിന് ഒരു കാളയെ വിറ്റു. സംജോ സേട്ടിന് നയാ ബൈൽ പായ, സംജോ സേട്ട് പുതിയ ബൈലിനെ സ്വന്തമാക്കി. ഉസ്സെ ബഹുത് മെഹനത് കർവായി, അതിനെ കൊണ്ട് നന്നായി പണിയെടുപ്പിച്ച്, ആ കാളയെ കൊണ്ട് നന്നായി പണിയെടുപ്പിച്ച്. ന ചാരേക്ക് ഫിക്കർ ന പാനിക്ക്, പക്ഷേ അതിനെ ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിലോ വെള്ളം കൊടുക്കുന്ന കാര്യത്തിലോ ഒന്നും അത്ര വലിയ ശ്രദ്ധ കാണിച്ചില്ല. ആര്? സംജോ സേട്ട്. ഏക് ദിൻ വോ തക്കാ ഹുവാ ജാൻവർ ജമീൻ പർ ഗിർ പടാ, ഒരു ദിവസം ക്ഷീണിച്ച് അവശയായ ആ മൃഗം ഭൂമിയിലേക്ക് വീണു. ഓർ ഐസാ ഗിര കെ ഫിർ നൗഡ, ആ വീണുപോയ മൃഗം പിന്നീട് എഴുന്നേറ്റില്ല. എന്ന് പറഞ്ഞാല് ആ മൃഗം ചത്തു എന്നർത്ഥം. ഉസ് വാഖിയാക്കു കൈ മാഹ് ഗുസർ ഗയ, ആ സംഭവത്തിന് മാസങ്ങൾ കഴിഞ്ഞു. അൽഗു ജബ് അപ്പിനെ ബൈൽ കി ഖീമത്ത് മാങ്തേ തോ വ ഛലായ, അൽഗു തന്റെ കാളയുടെ പൈസ ആവശ്യപ്പെട്ടു. ആരോട്? സംജോ സേട്ടിനോട്. പക്ഷെ അദ്ദേഹം ആകെ ആളിക്കത്തി. യഹാൻ തോ സാരെ ജന്മ കി കമായി മിട്ടി മേ മിൽ ഗയി, ഫക്കീർ ഹോ ഗയെ, ഇവിടെ ഞാനാകെ പാപ്പരായി നിൽക്കാണ്. മുർദ മൻഹൂസ് ബൈൽ ദിയാത്ത, ചാവാൻ പോയ ഒരു കാളനെയാണ് നീ തന്നിരുന്നത്. ഇസ്പർ ദാം മാങ്തേ ഹെ, ആ ചാവാനായ കാളക്ക് പൈസ തരണോ, അതിന് പൈസ ആവശ്യപ്പെടുകയാണോ എന്നൊക്കെ പറഞ്ഞു മൂപ്പര് ഭയങ്കര ചൂടാവല്, ദേഷ്യപ്പെട്ട് ആളാകെ മാറി മൂപ്പര്. ആഖിർ മാമല പഞ്ചായത്ത് തക് പहुंचा, ഈ പ്രശ്നം എവിടെ എത്തി? പഞ്ചായത്തിലെത്തി. ഇസി സായദാർ ദറഖ്ത് കെ നീച്ചെ ഫിർ പഞ്ചായത്ത് ബൈഠി, ആ തണൽ തരുന്ന വലിയ മരത്തിന് ചുവട്ടിൽ വീണ്ടും പഞ്ചായത്തിനായിരുന്നു. റാംധൻ മിശ്രനെ കഹ, റാംധൻ മിശ്ര ചോദിച്ചു, പറഞ്ഞു. ഭോലോ ചൗധരി, അൽഗോ ചൗധരി, പറയൂ പറയൂ. കിൻ കിൻ ആദ്മിയോ കോ പഞ്ച് ബനാത്തെ ഹോ, ആരാണ് നിങ്ങളുടെ ഈ വിഷയത്തിലെ ഈ പ്രശ്നത്തിലെ പരിഹാരം കാണേണ്ടത്, ആരാണെന്ന് പറയൂ അൽഗോ എന്ന് അൽഗോവിനോട് ചോദിച്ചു. അൽഗോനെ മുൻകസറാൻ അന്താസ് സെ ജവാബ് ദിയ, അൽഗോ ശാന്തമായ സ്വരത്തിൽ ജവാബ് പറഞ്ഞു, മറുപടി പറഞ്ഞു. സംജോ സേട്ട് ഹി ചുൻലെ, ആരാണ് ഈ വിഷയത്തിൽ തീരുമാനം പറയേണ്ടത് എന്ന് സംജോ സേട്ട് തന്നെ തെരഞ്ഞെടുത്തോട്ടെ എന്ന്. സംജോ സേട്ട് ഖഡേ ഹോക്കർ പോലെ, അപ്പോൾ സംജോ സേട്ട് വേഗത്തിൽ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, മേരി തരഫ് സെ ഷെയ്ഖ് ജുമ്മൻ കാ നാം രഖ്ലോ, എന്റെ ഭാഗത്ത് നിന്ന് ഷെയ്ഖ് ജുമ്മന്റെ പേര് ഞാൻ നിർദ്ദേശിക്കുന്നു. ഷെയ്ഖ് ജുമ്മൻ വിധി പറഞ്ഞോട്ടെ എന്ന്. ആരാണ് ഷെയ്ഖ് ജുമ്മൻ? അറിയാലോ, ഒരു തമ്മിൽ ഭയങ്കര ചങ്ങായിമാരായിരുന്നു. ഇപ്പൊ എന്താണെന്ന് വെച്ചാല് ആ ഒരു പഞ്ചായത്തിന് ശേഷം ഇവർ രണ്ട് തമ്മില് ശത്രുക്കളെ പോലെയാണുള്ളത്. പഞ്ചായത്ത് ശുരു ഹുയി, പഞ്ചായത്ത് ആരംഭിച്ചു. ദോനോനെ അപ്പിനെ ഹാലാത്ത് ബയാൻ കിയ, അൽഗോവും അതുപോലെ തന്നെ നമ്മളെ സേട്ടും രണ്ടാളും അവരവരുടെ അവസ്ഥകൾ, കാര്യങ്ങൾ പറയാൻ തുടങ്ങി.
ബഹുത് ഗൗർ ഓ ഫിക്ർ കെ ബാദ്, ഒരുപാട് നേരത്തെ ആലോചനകൾക്ക് ശേഷം ജുമ്മനെ ഫൈസല സുനായ, ജുമ്മൻ തന്റെ തീരുമാനം കേൾപ്പിച്ചു. ജുമ്മൻ തീരുമാനം പറയുന്നത് ഇങ്ങനെയാണ്: അൽഗോ ചൗധരി ഓർ സംജോ സേഠ്. ശ്രദ്ധിക്കുക, കേൾക്കുക. അൽഗോ ചൗധരിയും സംജോ സേഠും കേൾക്കുക. പഞ്ചോനെ തുമാരെ മുആമില പർ ഗൗർ കിയ. പഞ്ചികൾ നിങ്ങളുടെ ഈ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്, വിഷയങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. സംജോ സേഠ് കോ ബൈൽ കി പൂരി ഖീമത്ത് ദേന വാജിബ് ഹൈ. സംജോ സേഠ് അൽഗോ ചൗധരിക്ക് ആ ബൈലിന്റെ മുഴുവൻ സംഖ്യയും കൊടുക്കൽ നിർബന്ധമാണ്. ജിസ് വക്ത് ബൈൽ ഉൻകെ ഘരായ, ഏതു സമയം ബൈൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നുവോ ആ സമയം ഉസ്കോ കോയി ബീമാരി നഥി, ആ ബൈലിന് പൂർണ്ണമായ ആരോഗ്യമായിരുന്നു, അതിന് യാതൊരു ബീമാരിയുമില്ലായിരുന്നു, രോഗമില്ലായിരുന്നു. അഗർ ഖീമത്ത് ഉസ് വക്ത് ദേ ദി ഗയി ഹോത്തി, ആ പണം മുഴുവൻ ആ സമയത്ത് തന്നെ നൽകിയിരുന്നെങ്കിൽ ആജ് അൽഗു ഉസേ വാപ്പസ് ലേനെ കാ ഹർഗസ് തഖാസ ന കർത്തെ, ഒരിക്കലും അൽഗു അത് തിരിച്ചു വാങ്ങാൻ വേണ്ടിയുള്ള തഖാസ ഉണ്ടാക്കില്ലായിരുന്നു എന്ന് ശരിയായ രീതിയിൽ അൽഗുവിന്റെയും സംജുവിന്റെയും ആ പ്രശ്നത്തിന് പരിഹാരമാക്കി അദ്ദേഹം ഫൈസല പറയാൻ. ये फैसला सुनते ही अलगू चौधरी फूले न समाये, उठ खड़े हुए और जोर जोर से हाँक लगाई. ഈ തീരുമാനം കേട്ടപ്പോൾ അൽഗു സുന്ദരി ആകെ സന്തോഷമായി എഴുന്നേറ്റു നിന്നു. എന്നിട്ട് പഞ്ച് പരമേശ്വർ കീ ജയ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒച്ചണ്ടാക്കാൻ തുടങ്ങി. പഞ്ച് പരമേശ്വർ കീ ജയ്, പഞ്ച് പരമേശ്വർ കീ ജയ്. ഹർ ശഖ്സ് ജുമ്മൻ കെ ഇൻസാഫ് കെ ദാദ് ദേ രഹാ താ. എല്ലാ ആളുകളും ജുമ്മന്റെ ആ നീതിയെ വാരി പുകഴ്ത്തി പറയുകയായിരുന്നു. ഏക് ഘണ്ടെ കെ ബാദ്, ഈ വിധിന്യായത്തിന് ഒരു മണിക്കൂർ ശേഷം ജുമ്മൻ ഷെയ്ഖ് അൽഗു ചൗധരി കെ പാസ് ആയി, ജുമ്മൻ ഷെയ്ഖ് അൽഗു ചൗധരിയുടെ അടുത്തേക്ക് വന്നു. और उनके ഖിലേ സെ ലിപട് കർ പോല, അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ജുമ്മൻ ഷെയ്ഖ് പറഞ്ഞു, ഭയ്യ സഹോദരാ, ജബ് സെ തുമ്നെ മേരി പഞ്ചായത്ത് കി ഹെ, നീ എന്റെ പഞ്ചായത്ത് ചെയ്തപ്പോ, നീ ഒരിക്കൽ എന്റെ പഞ്ചായത്ത് ചെയ്തപ്പോ, മേൻ ദിൽ സെ തുമാര ദുഷ്മൻ ഥാ, ഞാൻ മനസ്സുകൊണ്ട് നിന്റെ ദുഷ്മനായിരുന്നു. കാരണം നീ എനിക്കെതിരായിട്ടാണ് വിധി പറഞ്ഞത്. അപ്പൊ എനിക്ക് നിന്നോട് ദേഷ്യമുണ്ടായിരുന്നു, നീ എന്റെ ശത്രുവായിരുന്നു. മഗർ ആജ് മുझे മാലൂം ഹുവ, പക്ഷേ ഇന്ന് എനിക്കറിയാനിടയായി, കെ പഞ്ചായത്ത് കി മുസന്നത് പർ ബൈഠ് കർ, ആ പഞ്ചായത്തിന്റെ വിധിന്യായ കസേരയിൽ ഇരുന്നിട്ട്, ന കോയി കിസി കാ ദോസ്ത് ഹോത്താ ഹെ, അങ്ങനെ അവിടെ ഇരിക്കുമ്പോ ആരും ആരുടെയും ദോസ്താവില്ല, ന ദുഷ്മൻ, ശത്രുവുമാവില്ല. ഇൻസാഫ് കെ സിവാ, നീതി കൂടാതെ, അവർ ഉസേ കുച്ച് നഹീം സോച്ച്താ, അതൊന്നും നീതിയല്ലാത്ത വേറൊരു കാര്യം അവിടെ ഇരുന്നിട്ട് ആലോചിക്കാൻ കഴിയില്ല എന്ന് എനിക്ക് മനസ്സിലായി. അൽഗു റോനെ ലഗ, ഇത് പറഞ്ഞപ്പോ അൽഗു ഇങ്ങനെ കരയാൻ തുടങ്ങി. ദിൽ സാഫ് ഹോഗെ, അവരുടെ രണ്ടുപേരുടെയും ഹൃദയങ്ങൾ സാഫ് ഹോഗെ, ക്ലീനായി. ദോസ്തി കാ മുർജായ ഹുവാ ദറഖ്ത്, സൗഹൃദത്തിന്റെ വാടിപ്പോയ ആ മരങ്ങൾ ഫിർസെ ഹരാ ഹോഗയ, വീണ്ടും പച്ച പിടിക്കാൻ തുടങ്ങി. ഇതാണ് കഥ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശുക്രിയ. ഖുദാ ഹഫീസ്.